കേട്ടു. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്നുകൂടി കടത്തി പറഞ്ഞു ഇത്തവണ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടു, ഞങ്ങൾ 2 നോൺ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊള്ളാം, ഞങ്ങൾ നോമിനേറ്റ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ അഡ്വൈസ് കൊടുക്കുന്നത് എന്ന് പറയാനറിയില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് ഉള്ളത് അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി? ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് അപ്പോയിന്റ് ചെയ്യാനുള്ളത്? ഞങ്ങൾ വഖഫ് ബോർഡ് അപ്പോയിന്റ് ചെയ്തു കൊള്ളാം എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമില്ലല്ലോ. ഒന്നാമത്തത് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് സുപ്രീം കോടതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദി, മുൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദിയുടെ മകൻ, സീനിയർ അഡ്വക്കേറ്റ്, പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദിയുടെ കീഴിലാണ് അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇമാതിരി വിഡ്ഢിത്തൊക്കെ അവർ വിളമ്പുവോ? ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് സമ്മതിച്ചു എന്നാണ്, വിരോധമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയട്ടെ, ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയോട് മറുപടി പറയാനല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹത്തെ എതിർക്കാനും ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തോട് എതിരുമല്ല, ഗവൺമെന്റിനോട് മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കൃത്യനിർവഹണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആകെ വേറെ ഒരു പണിയില്ല എന്ന രീതിയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ കയറി അതങ്ങ് കൊളാക്കുക എന്നല്ലാതെ വേറെ ഒരു പണിയില്ല ഇവർക്ക് എന്ന് തോന്നും. ഞങ്ങൾ അദ്ദേഹം എന്റെ ബഹുമാന്യനായ എന്റെ സുഹൃത്തു കൂടിയാണ്, പഴയകാല സുഹൃത്തു കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിയമോപദേശത്തിന്റെ അഭാവം കാണുന്നുണ്ട്. ആരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. എല്ലാം ഇന്ന് ഡിജിറ്റൽ രേഖയല്ലേ. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് വേണ്ടി വാദിച്ചവരെന്താ പറഞ്ഞത്? അതിനോട് ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? ഇനി ഇതൊക്കെ പോട്ടെ, ഈ വഖഫിലെ ഈ 2 നോൺ മുസ്ലിങ്ങളെ കയറ്റി അത് പൂർത്തിയാക്കുക എന്ന ഈ ദുർബോധത്തെ കുടത്തിൽ നിന്ന് തുറന്നുവിട്ടതാരാ? ശാന്തമായി പോകുകയായിരുന്നല്ലോ. ആര് തുറന്നുവിട്ടു? നിങ്ങൾ ചോദിക്കൂ. അത് 2-ാം തീയതി 2/6/26 ആദ്യമായി മുസ്ലിം ലീഗിന്റെ നേതാവ് അസ്ഹർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അസ്ഹർ പെരുമുക്ക് എന്ന വ്യക്തി ആദ്യം ഗവൺമെന്റിൽ ഒരു പരാതി കൊടുക്കുകയാണ്. ഇത് ഇൻകംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് പൂർത്തീകരിക്കണം, സെക്ഷൻ 14 അനുസരിച്ച് മുഴുവൻ ആളുകളെയും പൂർത്തീകരിക്കണം എന്ന്. ആ പരാതി കൊടുത്തതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പരാതി വെച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് സജൽ എന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ്, ഭാരവാഹിയായ സജൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഓഫ് മാൻഡമസ് കൊടുക്കുകയാണ്. ആ റിട്ട് ഓഫ് മാൻഡമസിൽ പറയാണ്, എന്റെ കക്ഷിയായിട്ടുള്ള അസ്ഹർ പെരുമുക്ക് ഗവൺമെന്റിന് കൊടുത്ത നിവേദനം അനുസരിച്ച് ആ 11 അംഗങ്ങളെ പൂർത്തീകരിച്ച് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 നോൺ മുസ്ലിങ്ങളടക്കം, അതിനുള്ള ഓർഡർ ഇടണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതി അത് നിരാകരിച്ചു. കാരണം റിട്ട് ഓഫ് മാൻഡമസിന്റെ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്നതുകൊണ്ട്. വേറെ നിങ്ങൾ PIL കൊണ്ട് വരാൻ പറഞ്ഞു. ഇതിനിടയിലാണ് ഷോൺ ജോർജ് ഒരു PIL വരുന്നത്. ഇതിനു ശേഷമാണ്. ആദ്യം ഈ ദുർബോധത്തെ തുറന്നു വിടുന്നത് ആരാണ്? എവിടുന്നാണ്? എന്തായിരുന്നു അതിന്റെ പ്രചോദനം? പിന്നെ ഷോൺ ജോർജ് ഇത് പക്കയിലങ്ങ് പറഞ്ഞു. ഷോൺ ജോർജിന് ശേഷം ഒരു കാസ ബന്ധമുള്ള ഒരു ക്രിസ്ത്യൻ, ഒരു അസംബ്ലീസ് ഓഫ് ചർച്ച് ട്രസ്റ്റ്, ഒരു സംഘടന, അതും വന്നു. അവരും ഇത് തന്നെ ആവശ്യപ്പെട്ടു. അവർ ഒന്നുകൂടി പറഞ്ഞു, മുനമ്പം ഭൂമി വഖഫിൽ കയറ്റിയത് ഈ ബോർഡാണ്, അതുകൊണ്ട് ഇവർക്കെല്ലാം നടപടി വേണം എന്നുകൂടി അവർ എടുത്തു പറഞ്ഞു. അപ്പോൾ ആവശ്യം എന്തെന്ന് മനസ്സിലായല്ലോ. മൂന്നാമത് ഒരു പാർട്ടിയും കൂടി വന്നു. അദ്ദേഹം സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം സംഘപരിവാർ ബന്ധമുള്ള വ്യക്തി, എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചയിലൊക്കെ വരാറുള്ളതല്ലേ. സ്റ്റാലിൻ ദേവനും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. പിന്നെയുള്ളത് ഷിയായുടെ പ്രതിനിധിയായിട്ട് വന്നൊരു കാര്യമാണ്. ഇതാണ് പെറ്റീഷൻസ് ഉള്ളത്. ഈ പെറ്റീഷൻ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് ആദ്യത്തെ പെറ്റീഷൻ ലീഗിന്റെ തള്ളിയല്ലോ. പിന്നെ ആദ്യത്തെ പെറ്റീഷൻ ഉള്ളത് BJPയുടെയാണ്. നിങ്ങൾ പെറ്റീഷനൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ടേബിളിൽ വെച്ച് പ്രിപ്പയർ ചെയ്തതുപോലെ നമുക്ക് വ്യക്തമാകും. പല സെന്റൻസും ഒരേ സെന്റൻസാണ് ഈ 4ലും കടന്നുകൂടിയിട്ടുള്ളത്. എന്നിട്ട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, ഈ പെറ്റീഷന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വിചിത്രമെന്ന് പറയട്ടെ, ഒത്തുകളിക്കലൊക്കെ ഉണ്ട് ഗവൺമെന്റും വാദിയും പ്രതിയൊക്കെ ആയിട്ട് കോടതിയിൽ. ഇത് പക്കേരങ്ങ് പറഞ്ഞു, യെസ് വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് എടുത്തു പറഞ്ഞു. ഞങ്ങൾ ആ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം
ഞങ്ങൾക്ക് ബോർഡിന് പറയാനേ ഹൈക്കോടതിയിൽ അവസരം കിട്ടിയില്ല. നമ്മുടെ കൗൺസിൽ ഓർഡറുണ്ടല്ലോ, നിങ്ങൾ ലൈവിലോ അടിച്ചു നോക്കി നോക്കൂ. ഇപ്പോഴും എല്ലാം ഡിജിറ്റൽ റെക്കോർഡല്ലേ ഇപ്പോൾ. ലൈവിലോയിൽ അത് ഇപ്പോഴും പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ മുഖ്യമന്ത്രിയോട് ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അദ്ദേഹത്തോട് നമ്മുടെ കോടതി തന്നെ പറയുന്നു, ഞങ്ങളുടെ ഓർഡർ റെസ്പോൺസ് കോടതിയിൽ ബോർഡിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞു, ഐ ആം ഇൻസ്ട്രക്ടഡ് ദാറ്റ് ദോസ് അഥവാ 2 non-Muslims are kept waiting. Complete notification was not done since the matter was kept pending before the Supreme Court. കൃത്യമായിട്ട് രേഖയാണ്. അഥവാ 2 non-Muslimങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുക എന്നത് സുപ്രീം കോടതിയിൽ മാറ്റർ പെൻഡിംഗ് ആയതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് പറ്റാത്തത്, ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വ്യക്തമായി നമ്മുടെ വക്കീൽ പറഞ്ഞതാണ്.